നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, റൊമാനിയയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? എന്താണ് ചോദ്യം? റൊമാനിയയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ആരാണ്? നിക്കോസ് ഓർഡാനാണ് റൊമാനിയയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത്. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണല്ലേ. റൊമാനിയയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് നിക്കോസ് ഓർഡാനാണ്. അടുത്തിടെ റഷ്യൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ഏതാണ്? അടുത്തിടെ റഷ്യൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണ് അടുത്തിടെ റഷ്യൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ വിരുദ്ധ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് റഷ്യൻ സർക്കാർ ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ വിലക്കേർപ്പെടുത്തിയത്. ഏത് ലോകപ്രശസ്ത ഫോട്ടോയിൽ നിന്നാണ് നിക് ഊട്ടിൻ്റെ പേര് വേൾഡ് പ്രസ് ഫൗണ്ടേഷൻ നീക്കിയത്? ഏത് ലോകപ്രശസ്ത ഫോട്ടോയിൽ നിന്നാണ്? വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രതീകമായ നാപ്പാം പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നിന്നാണ് നിക് ഊട്ടിൻ്റെ പേര് വേൾഡ് പ്രസ് ഫൗണ്ടേഷൻ നീക്കിയത്. അപ്പോൾ എന്താണ്? ഏത് ലോകപ്രശസ്ത ഫോട്ടോയിൽ നിന്നാണ് നിക് ഊട്ടിൻ്റെ പേര് വേൾഡ് പ്രസ് ഫൗണ്ടേഷൻ നീക്കിയത്? വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നാപ്പാം പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നിന്നാണ് നിക് ഊട്ടിൻ്റെ പേര് വേൾഡ് പ്രസ് ഫൗണ്ടേഷൻ നീക്കിയത്. പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ് പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയത്. ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ബാലപുരാണം, അതൊരു ബാലസാഹിത്യ കൃതിയാണ്. അതുപോലെ തന്നെ രാജ്യസമാചാരം ഒരു പഠനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. രണ്ടെണ്ണം നോക്കുകയാണെങ്കിലുള്ളത്. അപ്പോൾ പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി ആവർത്തിക്കാം. റൊമാനിയയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ആരാണ്? നിക്കോസ് ഓർഡാനാണ് റൊമാനിയയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത്. അടുത്തിടെ റഷ്യൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണലിനെയാണ് അടുത്തിടെ റഷ്യൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. ഏത് ലോകപ്രശസ്ത ഫോട്ടോയിൽ നിന്നാണ് നിക് ഊട്ടിൻ്റെ പേര് വേൾഡ് പ്രസ് ഫൗണ്ടേഷൻ നീക്കിയത്? വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നാപ്പാം പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നിന്നാണ് നിക് ഊട്ടിൻ്റെ പേര് വേൾഡ് പ്രസ് ഫൗണ്ടേഷൻ നീക്കിയത്. പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ് പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയത്. അടുത്തിടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച പ്രശസ്ത അത്ലറ്റ് ആരാണ്? നീരജ് ചോപ്രയ്ക്കാണ് അടുത്തിടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ചത്. എന്താണ് ചോദ്യം? അടുത്തിടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച പ്രശസ്ത അത്ലറ്റ് ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ജാവലിൻ ത്രോ കായിക താരമാണ് നീരജ് ചോപ്ര. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയാണ് അദ്ദേഹം പ്രശസ്തനായത്. അടുത്തിടെ ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച പ്രശസ്ത അത്ലറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്രയാണ്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മളോട് എപ്പോഴും പുരസ്കാരങ്ങൾ ചോദിക്കാറുള്ളതാണ്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. കൊച്ചി വിമാനത്താവളം പൂർണ്ണമായും ഡിജിറ്റലൈസ് ആക്കുന്നതിനായിട്ട് സമർപ്പിക്കപ്പെട്ട പദ്ധതി ഏതാണ്? സിയാൽ 2.0 ആണ്. ഏതാണ്? സിയാൽ 2.0 ആണ് കൊച്ചി വിമാനത്താവളം പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ആക്കുന്നതിനായിട്ട് സമർപ്പിക്കപ്പെട്ട പദ്ധതി. അപ്പോൾ അടുത്തിടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച പ്രശസ്ത അത്ലറ്റാണ് നീരജ് ചോപ്ര. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്.
കൊച്ചി വിമാനത്താവളം പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ആക്കുന്നതിനായിട്ട് സമർപ്പിക്കപ്പെട്ട പദ്ധതി ഏതാണ്? സിയാൽ 2.0 ആണ്. ഏതാണ്? സിയാൽ 2.0 ആണ് കൊച്ചി വിമാനത്താവളം പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ആക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട പദ്ധതി.